പ്രിയമുള്ളവരെ, നമ്മുടെ വചന പഠന ക്ലാസ് ഇന്ന് 6-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ വചനം കൂടിയാകുമ്പോൾ 6 വചനങ്ങൾ നമ്മൾ പഠിച്ചു കഴിയും. തിങ്കൾ മുതൽ ശനി വരെ വചനങ്ങൾ പഠിക്കുകയും ഞായറാഴ്ച റിവിഷൻ ചെയ്യുകയുമായിരിക്കും നമ്മുടെ രീതി. സങ്കീർത്തനങ്ങൾ 119, 105 പറയുന്നു, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. നിയമാവർത്തനം 6:6, ഞാനെന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. സങ്കീർത്തനങ്ങൾ 119:11, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ലൂക്ക 11:28, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി യാഗമായി തീർന്ന ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ് വിശുദ്ധ ബൈബിൾ. ജീവിതത്തെ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ബൈബിളൊന്ന് തുറക്കാനും വചനങ്ങളിലൂടെ കണ്ണോടിക്കാനും വചനം ധ്യാനിക്കാനും എത്ര പേർ സമയം കണ്ടെത്തുന്നുണ്ട്? വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാനും അത് മക്കളെ പഠിപ്പിക്കാനും മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. കുഞ്ഞുങ്ങൾ കൈവിട്ടു പോയി കഴിഞ്ഞ് നെട്ടോട്ടമോടാതെ ഇന്ന് തന്നെ ബൈബിൾ കയ്യിലെടുക്കൂ, വായിക്കാൻ തുടങ്ങൂ, വചനം പഠിക്കൂ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കൂ. ജീവിതം അഭിവൃദ്ധിപ്പെടും. ഇന്നത്തെ വചനം ഇതാണ്. ഏശയ്യ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഭയം വരുമ്പോൾ ഈ വചനം ഓർക്കുക. ഭയപ്പെടേണ്ട, ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന് കുറേ പ്രാവശ്യം ആവർത്തിച്ച് പറയുക. അപ്പോൾ ഭയം തനിയെ വിട്ടുപോകും. ഇങ്ങനെയാണ് വചനം ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത്. അതുപോലെ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇന്നത്തെ വചനം 3 പ്രാവശ്യം ഏറ്റുപറയാം. ഏശയ്യ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏശയ്യ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏശയ്യ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇനി ഈ ആഴ്ച പഠിച്ച മുഴുവൻ വചനങ്ങളും നമുക്ക് ഒന്നുകൂടി ഓർക്കാം. യോഹന്നാൻ 14:26, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. സുഭാഷിതങ്ങൾ 9:10, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. സങ്കീർത്തനങ്ങൾ 23:1, കർത്താവ് എൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. പുറപ്പാട് 14:14, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. എഫേസോസ് 6:1, കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഏശയ്യ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇനിയും ബുക്കിൽ എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 6 വചനങ്ങളും ഇന്ന് തന്നെ ബുക്കിലേക്ക് എഴുതുക. നാളെ ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു തീർക്കുക. തിങ്കളാഴ്ച ദിവസത്തിൽ പുതിയൊരു വചനമായിട്ട് കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.